Moving on to class 4 of bioinorganic chemistry. So far we have seen the role of metal ions in biological systems, hemoglobin, myoglobin, structure, mechanism of their actions, electron transport proteins like cytochromes and iron sulfur proteins. Now we'll deal with storage and transport of iron. Okay. അപ്പോൾ അതിനു മുന്നേ നമുക്ക് ബയോകെമിസ്ട്രി ഓഫ് അയൺ ഒന്നുകൂടെ ഒന്ന് റീവൈൻഡ് ചെയ്യാം. ഓക്കെ, നമ്മൾ ഈ പറഞ്ഞതെല്ലാം റോൾ ഓഫ് മെറ്റൽ അയോൺസ് ഇൻ ബയോളജിക്കൽ സിസ്റ്റം കഴിഞ്ഞ് നമ്മൾ അയണിൻ്റെ ബയോകെമിസ്ട്രി തുടങ്ങിയപ്പോൾ മുതലുള്ള കാര്യങ്ങളാണ് ഇനി നമ്മളൊന്ന് റീവൈൻഡ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ബയോകെമിസ്ട്രി ഓഫ് അയൺ എന്ന് പറഞ്ഞാൽ അയൺ ഡിസ്ട്രിബ്യൂഷൻ ഇൻ ലിവിങ് സിസ്റ്റംസ്. ലിവിങ് സിസ്റ്റത്തിൽ അയണിനെ എങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ബയോകെമിസ്ട്രി ഓഫ് അയണിൽ പഠിക്കുന്നത്. അപ്പം അത് 3 തരത്തിലുണ്ട്. ഫങ്ഷണൽ അയൺ ഉണ്ട്, സ്റ്റോറേജ് അയൺ ഉണ്ട്, ട്രാൻസ്പോർട്ട് അയണും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഫങ്ഷണൽ അയൺ എന്ന് പറഞ്ഞതാണ് നമ്മൾ ഇതുവരെ കണ്ടത്. ഹീമോഗ്ലോബിൻ, മയോഗ്ലോബിൻ ആൻഡ് അയൺ കണ്ടെയ്നിങ് എൻസൈംസ്, മെറ്റലോപ്രോട്ടീൻസ്, അതെല്ലാം തന്നെ ഫങ്ഷണൽ അയൺ ആയിരുന്നു. ഇനി നമുക്ക് കാണേണ്ടത് സ്റ്റോറേജ് അയണും ട്രാൻസ്പോർട്ട് അയണും ആണ്. സ്റ്റോറേജ് ആൻഡ് ട്രാൻസ്പോർട്ട് ഓഫ് അയൺ ആണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. സ്റ്റോറേജ് ഓഫ് അയൺ. അപ്പോൾ അയൺ സ്റ്റോർ ചെയ്യുന്നത് മെയിൻലി ലിവറിലാണ്. ലിവർ ഈസ് ദ പ്രൈമറി സ്റ്റോറേജ് സൈറ്റ് ഇൻ ദ ബോഡി. സ്പ്ലീൻ ആൻഡ് ബോൺ മാരോ ആർ ദ അതർ മേജർ സ്റ്റോറേജ് സൈറ്റ്സ്. അപ്പോൾ 3 സ്ഥലത്താണ് അയൺ കാണപ്പെടുന്നത്: ലിവർ, സ്പ്ലീൻ, ബോൺ മാരോ. ഓക്കെ, അപ്പോൾ ഈ അയൺ ഫ്രീ സ്റ്റേറ്റിലാണെങ്കിൽ ഇറ്റ്സ് ടോക്സിക് ടു സെൽസ്. അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ ബിക്കോസ് ഇറ്റ് ആക്ട്സ് ആസ് എ കാറ്റലിസ്റ്റ് ഇൻ ദ ഫോർമേഷൻ ഓഫ് ഫ്രീ റാഡിക്കൽസ് ഫ്രം റിയാക്റ്റീവ് ഓക്സിജൻ സ്പീഷീസ്. ഓക്കെ, ഫ്രീ അയൺ എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ ഇതിനു മുന്നേ കാറ്റലിസ്റ്റുകളെ കുറിച്ചൊക്കെ പഠിച്ചപ്പം സ്പോഞ്ചി അയൺ ഈസ് യൂസ്ഡ് ആസ് എ കാറ്റലിസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് കണ്ടില്ലേ. അപ്പം നമ്മുടെ സെൽസിൽ ചെല്ലുന്ന അയണും ഫൈൻലി ഡിവൈഡഡ് അയൺ ആണ്. അപ്പം ഇങ്ങനെയുള്ള അയൺ ഇറ്റ് ആക്ട്സ് ആസ് എ കാറ്റലിസ്റ്റ് ഫോർ ദ ഫോർമേഷൻ ഓഫ് ഫ്രീ റാഡിക്കൽസ്. അപ്പം നമ്മുടെ ശരീരത്തിൽ ATP ഹൈഡ്രോളിസിസും അങ്ങനെ പിന്നെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ശരീരത്തിൽ ഇഷ്ടംമാതിരി ഓക്സിജൻ ഉണ്ട്. അപ്പം ഈ ഓക്സിഡേഷൻ വഴി ഫ്രീ റാഡിക്കൽസ് ക്രിയേറ്റ് ചെയ്യുന്ന പ്രോസസ്സിനെ ഈ അയൺ കാറ്റലൈസ് ചെയ്യും. അങ്ങനെ ഫ്രീ റാഡിക്കൽസ് ഉണ്ടാകുന്നത് നമ്മുടെ ഇന്റേണൽ ഓർഗൻസിനെല്ലാം കേടാണ്. ഓക്കെ, അപ്പം നമുക്ക് അയണിനെ ആസ് സച്ച് ഫ്രീ അയൺ ആയിട്ട് സ്റ്റോർ ചെയ്യാൻ പറ്റില്ല. അപ്പം അയണിനെ സ്റ്റോർ ചെയ്യുന്നത് 2 തരത്തിലാണ്. അയൺ ഈസ് സ്റ്റോർഡ് ആസ് ഫെറിറ്റിൻ ഓർ ഹീമോസിഡറിൻ. ഇങ്ങനെ 2 ഫോംസിലാണ് അയൺ സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ വാട്ട് ഈസ് ഫെറിറ്റിൻ? Ferritin is a protein that stores iron and releases it in a controlled fashion. നമ്മുടെ ശരീരത്തിൽ എത്തിച്ചേരുന്ന അയണിനെ ഫെറിറ്റിൻ എന്ന് പറയുന്ന ഒരു പ്രോട്ടീനാണ് സ്റ്റോർ ചെയ്യുന്നത്. ലിവറിൽ സ്റ്റോർ ചെയ്യുന്നത് ഫെറിറ്റിൻ എന്ന് പറയുന്ന പ്രോട്ടീനാണ്. ഹീമോഗ്ലോബിൻ അല്ലെങ്കിൽ മയോഗ്ലോബിൻ അല്ലെങ്കിൽ സൈറ്റോക്രോംസ് ഇതിൻ്റെയൊക്കെ സിന്തസിസിൻ്റെ സമയത്ത് ഈ ഫെറിറ്റിൻ ആവശ്യമുള്ള അയോൺ റിലീസ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇറ്റ് ആക്ട്സ് ആസ് എ ബഫർ എഗെയിൻസ്റ്റ് അയൺ ഡെഫിഷ്യൻസി ആൻഡ് അയൺ ഓവർലോഡ്. എന്ന് വെച്ചാൽ അയൺ ഒരുപാട് കൂടുതൽ ശരീരത്തിലുണ്ടെങ്കിൽ അത് ഫെറിറ്റിനായിട്ട് സ്റ്റോർ ചെയ്യപ്പെടും. ഇനി അയൺ കുറവാണെങ്കിൽ ഫെറിറ്റിൻ അതിനുള്ളിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന അയണിനെ റിലീസ് ചെയ്ത് കൊടുക്കുകയും ചെയ്യും. Ferritin serves to store iron in a non-toxic form. Iron free ഫോമിൽ ടോക്സിക് ആണെന്ന് പറഞ്ഞു. ഫെറിറ്റിൻ സ്റ്റോർ ചെയ്യുന്നത് നോൺ ടോക്സിക് ഫോമിലാണ്. ടു ഡെപ്പോസിറ്റ് ഇറ്റ് ഇൻ എ സേഫ് ഫോം ആൻഡ് ടു ട്രാൻസ്പോർട്ട് ഇറ്റ് ടു ഏരിയാസ് വെയർ ഇറ്റ് ഈസ് റിക്വയർഡ്. അപ്പോൾ ഫെറിറ്റിൻ്റെ മെയിൻ ജോലി സ്റ്റോർ അയൺ ഇൻ എ നോൺ ടോക്സിക് ഫോം, ടു ഡെപ്പോസിറ്റ് ഇറ്റ് ഇൻ എ സേഫ് ഫോം ആൻഡ് ടു ട്രാൻസ്പോർട്ട് ഇറ്റ് ടു ഏരിയാസ് വെയർ ഇറ്റ് ഈസ് റിക്വയർഡ്. അപ്പോൾ ഈ 3 ജോലിയും ഫെറിറ്റിനാണ് ചെയ്യുന്നത്. Ferritin keeps iron in a soluble and non-toxic form. Ferritin that is not combined with iron is called apoferritin. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾ എല്ലാ സ്ഥലത്തും നോക്കണം. ഇപ്പം ഹീമിൽ അയൺ ഇല്ലെങ്കിൽ അതിനെ അപ്പോഹീം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പം എവിടെയാണോ അയൺ ഇല്ലാത്തത് അതിനെ അപ്പം നമുക്ക് APO എന്ന് പറയുന്ന ആ ഒരു പ്രീഫിക്സ് ആഡ് ചെയ്താൽ മതി. അപ്പോൾ ഫെറിറ്റിൻ ദാറ്റ് ഇസ് നോട്ട് കമ്പൈൻഡ് വിത്ത് അയൺ ഈസ് കോൾഡ് അപ്പോഫെറിറ്റിൻ. ഇപ്പോൾ യൂഷ്വലി
അയൺ Fe3+ സ്റ്റേറ്റിലാണ് ഇരിക്കുന്നത്. ഈ Fe3+ സ്റ്റേറ്റിലുള്ള അയണാണ് ഇൻസോലിബിൾ ആയിട്ടുള്ളത്. അപ്പോൾ സോലിബിൾ ഫോമിലോട്ട് അയണിനെ മാറ്റി Fe2+ ആയിട്ടാണ് ഫെറിറ്റിൻ സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ ഒരു ഫെറിറ്റിൻ എന്ന് പറയുന്ന പ്രോട്ടീൻ മോളിക്യൂളിന് 4500 Fe3+ അയോൺസിനെ സ്റ്റോർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു ഫെറിറ്റിൻ മോളിക്യൂൾ എടുത്താൽ അല്ലെങ്കിൽ ഒരു ഫെറിറ്റിൻ പ്രോട്ടീൻ മോളിക്യൂൾ എടുത്താൽ ഇറ്റ് ക്യാൻ സ്റ്റോർ അബൌട്ട് 4500 Fe3 അയോൺസ്. ഈ ഫെറിറ്റിൻ എന്താണ്? ഫെറിറ്റിൻ്റെ സ്ട്രക്ചറാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഒരു പ്രോട്ടീനാണ്, ഒരു വലിയ സ്ട്രക്ചറാണ്. അതിൻ്റെ ഉള്ളിൽ അയൺ സ്റ്റോർ ചെയ്തിരിക്കുകയാണ്. ഇതിൻ്റെ ഈ ബ്രൗൺ കളറിൽ കാണുന്നതാണ് അയൺ. അയണിൻ്റെ ഒരു ക്ലസ്റ്ററാണ്. നമ്മൾ പറഞ്ഞു ഒരു പ്രോട്ടീനിന് 4500 അയോൺസിനെ സ്റ്റോർ ചെയ്യാൻ പറ്റും. ഫെറിറ്റിൻ ഹാസ് ദ ഷേപ്പ് ഓഫ് എ ഹോളോ സ്ഫിയർ. ഒരു ഹോളോ സ്ഫിയർ പോലെയാണ് ഇരിക്കുന്നത്, പൊള്ളയായ ഒരു സ്ഫിയർ. ഇൻസൈഡ് ദ സ്ഫിയർ അയൺ ഈസ് സ്റ്റോർഡ് ഇൻ Fe3 ഓക്സിഡേഷൻ സ്റ്റേറ്റ്. അയണിനെ Fe3 ഓക്സിഡേഷൻ സ്റ്റേറ്റിലാണ്, Fe3+ ആയിട്ടാണ് സ്റ്റോർ ചെയ്യുന്നത്. ഇറ്റ് ഈസ് ഇൻകോർപ്പറേറ്റഡ് ഇൻ ദ മിനറൽ ഫെറിഹൈഡ്രൈറ്റ്. ഫെറിഹൈഡ്രൈറ്റ് എന്ന് പറയുന്ന മിനറൽ എന്ന് പറഞ്ഞാൽ FeOOH8 ടൈംസ് FeOH2PO4. ഇതൊരു ഡബിൾ സോൾട്ട് ആണ്. ഇങ്ങനെ ഒരു സ്റ്റേറ്റിലാണ് ഇതിനെ സ്റ്റോർ ചെയ്യുന്നത്. വിച്ച് ഈസ് അറ്റാച്ച്ഡ് ടു ദ ഇന്നർ വാൾ ഓഫ് ദ സ്ഫിയർ. അപ്പോൾ ആ സ്ഫിയറിൻ്റെ ഇന്നർ വാളിലാണ്, ഇൻസൈഡ് ഉള്ള വാളിലാണ് ഇത് അറ്റാച്ച് ചെയ്യുന്നത്. ഹോളോ സ്ഫിയർ ആണല്ലോ, അപ്പോൾ പുറമേ ഉള്ളൊരു ലെയറും ഉണ്ട്, ഇൻസൈഡ് ഉള്ളൊരു ലെയറും ഉണ്ട്. ആ ഇൻസൈഡ് ലെയറിലാണ് ഈ മിനറൽ അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. ടു റിലീസ് അയൺ വെൻ ദ ബോഡി നീഡ്സ് ഇറ്റ്, അയൺ മസ്റ്റ് ബി ചേഞ്ച്ഡ് ഫ്രം Fe3 ടു ദ Fe2 ഓക്സിഡേഷൻ സ്റ്റേറ്റ്. അപ്പോൾ Fe3 സ്റ്റേറ്റിൽ നിന്ന് Fe2 ഓക്സിഡേഷൻ സ്റ്റേറ്റിലേക്ക് മാറ്റിയിട്ടാണ് അയണിനെ റിലീസ് ചെയ്യുന്നത്. അയണിനെ സ്റ്റോർ ചെയ്യുന്നത് Fe3+ സ്റ്റേറ്റിലും റിലീസ് ചെയ്യുന്നത് Fe2 സ്റ്റേറ്റിൽ, Fe+2 സ്റ്റേറ്റിലുമാണ്. ദെൻ ദ അയൺ ലീവ്സ് ത്രൂ ചാനൽസ് ഇൻ ദ സ്ഫെറിക്കൽ സ്ട്രക്ചർ. ഇവിടെ കണ്ടില്ലേ ചെറിയ ചെറിയ ഹോൾസ് ഉണ്ട്. അപ്പോൾ ഈ ഹോൾസ് ചാനൽസ് ആണ്. ഈ ചാനലുകളിൽ കൂടി ഈ ഫെറിറ്റിൻ അയണിനെ റിലീസ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതാണ് ഫെറിറ്റിൻ്റെ ഒരു ജനറൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇനി ഫെറിറ്റിൻ സ്റ്റോറേജ് പ്രോട്ടീനാണ്. ഏറ്റവും കൂടുതൽ അയൺ സ്റ്റോർ ചെയ്യുന്നത് ഫെറിറ്റിനിലാണ്. ഇൻ കേസ് ബോഡിക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന ഫെറിറ്റിൻ്റെ എമൗണ്ട് കൂടിക്കഴിഞ്ഞാൽ then iron is stored as hemosiderin. If the capacity for storage of iron in ferritin is exceeded, a complex of iron with phosphate and hydroxide forms. അപ്പോൾ ഫെറിറ്റിനിൽ സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന അയണിൻ്റെ എമൗണ്ട് കൂടിക്കഴിഞ്ഞാൽ പിന്നെ ഒരു കോംപ്ലക്സ് ആയിട്ട് ഫെറിറ്റിൻ ഒരു കോംപ്ലക്സ് ആയിട്ട് മാറും. ഫോസ്ഫേറ്റും ഹൈഡ്രോക്സൈഡ് അയോൺസിൻ്റെയും ഒരു കോംപ്ലക്സ് ആയിട്ട് ആയി മാറും. ആൻഡ് ദിസ് ഇസ് കോൾഡ് ഹീമോസിഡറിൻ. അപ്പോൾ ഫെറിറ്റിൻ്റെ ഒരു വേറൊരു വേർഷനാണ് ഹീമോസിഡറിൻ. Iron within deposits of hemosiderin is very poorly available to supply iron when needed. അപ്പം എന്തുകൊണ്ടാണ് ഹീമോസിഡറിൻ മേജർ സ്റ്റോറേജ് പ്രോട്ടീൻ ആവാത്തത് എന്നുള്ളതിൻ്റെ ഉത്തരവാണ് സിഡറിൻ്റെ ഉള്ളിലുള്ള അയൺ നമുക്ക് വേണുമ്പോൾ ഒന്നും പുറത്തേക്ക് റിലീസ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഹീമോസിഡറിനായിട്ട് യൂഷ്വലി അയൺ സ്റ്റോർ ചെയ്യാത്തത്. മെജോറിറ്റി അയണും സ്റ്റോർ ചെയ്യുന്നത് ഫെറിറ്റിനായിട്ടാണ്. അപ്പം ഫെറിറ്റിനും ഹീമോസിഡറിനും ഹ്യൂമൻസിലും ആനിമൽസിലും അയൺ സ്റ്റോറേജ് ചെയ്യുന്ന പ്രോട്ടീൻസാണ്. ഇനി ഇത് രണ്ടും അല്ലാത്ത സ്പീഷീസിൽ സ്റ്റോർ ചെയ്യുന്ന പ്രോട്ടീനാണ് സിഡറോഫോഴ്സ്. Iron storage in microorganisms such as bacteria, fungi and grasses are done in siderophores. അപ്പോൾ ഈ siderophores എന്ന് പറഞ്ഞാൽ they are small high affinity iron chelating compounds. ഇത് ചെറിയ പ്രോട്ടീൻ പോലെയുള്ള വലിയ മോളിക്യൂൾ അല്ല, ചെറിയ മോളിക്യൂൾസ് ആണ്. പക്ഷേ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ദേ ഹാവ് ദ കപ്പാസിറ്റി ടു ചീലേറ്റ് അയൺ. ഒരു റിംഗ് സ്ട്രക്ചർ കോർഡിനേറ്റ് ചെയ്ത ഒരു റിംഗ് സ്ട്രക്ചർ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. സിഡറോഫോസ് ആർ എമംഗ്സ് ദ സ്ട്രോങ്ങസ്റ്റ് ബൈൻഡേഴ്സ് ടു Fe3+ നോൺ. ഏറ്റവും സ്ട്രോങ് ആയിട്ട് അയണിനെ ബൈൻഡ് ചെയ്യുന്ന സാധനങ്ങളാണ് ഈ സിഡറോഫോസ്. They solubilize iron 3 by providing oxygen donors
to bring iron 3, thereby chelating it. ഓക്കെ, അപ്പോൾ അയൺ 3 ഇൻസോലിബിൾ ആണ്. ഇൻസോലിബിൾ ഫോമിനെ സോലിബിളൈസ് ചെയ്യുന്നത് ചീലേറ്റ് ചെയ്തുകൊണ്ടാണ്. There are several types of siderophores, ferrichromes, ഡിഫെറോക്സാമീൻ എക്സെട്ര. അപ്പോൾ ഓരോ തരം ഓർഗാനിസം അനുസരിച്ച് സിഡറോഫോഴ്സ് മാറും. അതിൽ 2 എക്സാമ്പിൾസ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്, ഫെറിക്രോംസും ഡിഫെറോക്സാമീനും. അപ്പോൾ ഒരു സിഡറോഫോറിൻ്റെ സ്ട്രക്ചറാണ് ഇത്. നിങ്ങൾ കാണാതെ പഠിക്കുകയൊന്നും വേണ്ട, ഇത് പി ജിക്കൊക്കെ ആവശ്യമുള്ള സാധനമാണ്. ഇത് എന്താ ചെയ്യുന്നതെന്ന് കാണിക്കാൻ വേണ്ടി ഞാൻ ഇത് എടുത്തിട്ടതാണ്. ഈ സിഡറോഫോഴ്സിൽ ഓക്സിജൻസ് ഉണ്ട്. ദീസ് ഓക്സിജൻസ് ആർ ഡോണേഴ്സ്. അപ്പോൾ ഈ ഡോണർ അയണിലേക്ക് ഇലക്ട്രോൺ ഡൊണേറ്റ് ചെയ്തിട്ടാണ് അയണിനെ ചീലേറ്റ് ചെയ്യുന്നത്. ഒരു റിംഗ് സ്ട്രക്ചർ ഫോം ചെയ്യും. അപ്പോൾ ഈ കോമ്പൗണ്ട് ആസ് സച്ച്, ഈ ഫെറിക്രോം എന്ന് പറയുന്ന സാധനം വാട്ടർ സോലിബിൾ ആണ്. അപ്പോൾ ഇത് ചീലേറ്റ് ചെയ്ത് കഴിയുമ്പോൾ Fe3യും സോലിബിൾ ഫോമിലേക്ക് മാറും. ഓക്കെ, അപ്പം 3 തരം കോമ്പൗണ്ട്സ് ആണ് സ്റ്റോറേജ് ഓഫ് അയൺ. ആനിമൽസിലും ഹ്യൂമൻസിലും ഫെറിറ്റിനും ഹീമോസിഡറിനും, പ്ലാന്റ്സിലും ആൽഗയിലും ഒക്കെ സിഡറോഫോഴ്സ് ആണ്. അതിനൊരു എക്സാമ്പിൾ ആണ് ഫെറിക്രോം.